സ്നേഹ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്ന ടൈമില് മുകേഷ് ആക്ടർ മുകേഷ് MLA മൂപ്പര് ഈ ഹേമ കമ്മിറ്റിയോട് പോയി സംസാരിച്ചു 4 മണിക്കൂർ സംസാരിച്ചു എന്നൊക്കെ മൂപ്പര് പത്രസമ്മേളനത്തിന്റെ ഇടയിൽ പറയുന്നത് കേട്ടു. അപ്പൊ തന്നെ മൂപ്പര് ചാടി പിടിച്ചു പോയിട്ട് അവിടെ പോയി 4 മണിക്കൂർ അവരോട് സംസാരിക്കേണ്ട ആവശ്യം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണം. ഇങ്ങനെ ഇതെങ്ങനെ പറഞ്ഞു എന്നാ ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയേണ്ടിയിരുന്നു. ഫസ്റ്റത്തെ സെന്റൻസ് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അത് വിട്, അതിപ്പോ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഇത് സ്ത്രീകൾക്ക് സംരക്ഷണം. ഇങ്ങനെ പഴയ എന്താ പറയാ ഡിവോഴ്സ് കേസിന്റെ സമയത്ത് സരിത വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പബ്ലിക് എല്ലാരും കേട്ടതാണ്. എന്തായിരുന്നു മുകേഷ്, എങ്ങനെയായിരുന്നു മുകേഷ് എന്നുള്ളത് കേട്ടതാണ്. എന്നിട്ട് ഇങ്ങനെ സമ്മതിക്കണല്ലോ ഇങ്ങനെ അല്ലേ? അങ്ങനെ പറഞ്ഞെന്താ കേട്ടോട്ടാ. അതെല്ലാം ഈ പറയുന്ന പോലെ ഒന്നും ഒരു കാര്യമില്ലാത്ത സംഭവങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ പക്ഷേ ഹേമ കമ്മിറ്റി അവിടെ പോയിട്ട് ഞാൻ 4 മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ എന്താണ് എഴുതിയതെന്നോ വേറെ ആൾക്കാർ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊന്നും അൾട്ടിമേറ്റ്ലി അങ്ങനെ ഭയങ്കര ഒരു ഡാമേജിങ് ആയിട്ടൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഇപ്പോൾ സിനിമയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണുക തന്നെ വേണം എന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മൾ. പരിഗണന കൊടുക്കണം, ഗൗരവത്തോട് കൂടി കാണണം. സ്വന്തം ലൈഫിന് മൂപ്പൊരു സീനായിരുന്നു കേട്ടാ. ഓക്കെ, ഇപ്പൊ മാറിയോ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ മാറിയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ ആദ്യ ഭാര്യ സരിത ഡിവോഴ്സിന്റെ ആ ഒരു ടൈമില് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ സംരക്ഷണം നൽകണം കാര്യങ്ങളൊക്കെ പറയണ്ട്. ഇവർക്ക് ഇത് ആദ്യമേ ഒന്ന് പോയി ചെയ്തിട്ട് എല്ലാവരോടും ഒന്ന് അന്വേഷിച്ചിട്ട് ചെയ്തിട്ട് ഒന്ന് ചെയ്തുകൂടെ? ഇപ്പോഴാണോ റിപ്പോർട്ട് വരുമ്പോഴാണോ സംരക്ഷണം കൊടുക്കണം? ആണെങ്കിലും സരിത പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതിനിടയിൽ ഇങ്ങേര് ഡിവോഴ്സ് കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇങ്ങനെ മറ്റേ ചാനലിനകത്ത് ഒരു മുകേഷ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞ ചാനലുണ്ടല്ലോ, അതിനകത്ത് വീഡിയോ ഇടുന്ന സമയത്ത് സരിതേന്റെ ഫോട്ടോ വെച്ച് തമ്മിലും സാധനങ്ങളും അങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ അങ്ങേര് തമാശ അങ്ങേര് അടിച്ച് വിടാറുണ്ട്. മുകേഷിന്റെ കോമഡികളൊക്കെ രസമാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ മാത്രം ഒരു ശരിക്കും അങ്ങനെ കവറപ്പ് ചെയ്യാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിനുള്ളൊരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഇങ്ങനെ പറഞ്ഞൊരു സംഗതി ഉണ്ട്, അത് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ആദ്യം സരിത പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അവിടെ വെക്കാം. I wanted a simple life, that's why I got married. I was wanting somebody to take care of me. അതുകൊണ്ടാണ് കല്യാണം കഴിച്ചത്. അത് ലോകത്ത് ഏത് പെണ്ണായാലും അതിനല്ലേ കല്യാണം കഴിക്കുന്നത്. റീസൺ ഇസ് ടു ബി ടേക്കൻ കെയർ ഓഫ്. ബട്ട് കല്യാണം കഴിഞ്ഞിട്ട് ദ ലൈഫ് വാസ് അപ്സൈഡ് ഡൗൺ. ദ മോന് ജോണ്ടിസ് വന്നപ്പോഴും വിളിക്കുമ്പോഴും ഹിൽ സേ ഓ ആർ യു ട്രൈങ് ടു ട്രാക്ക് മീ ഡൗൺ വേർ. ഈ ജോണ്ടിസ് വന്ന കാര്യം ഒരു അച്ഛനെ അറിയിച്ച എത്ര ഫീലിംഗ് വരണം. ഒരു 5-year-old he's asking me, oh, you want to find out where I am? That's why you're tracking me and calling. I'm pregnant ആയിരിക്കുമ്പോൾ he just kicked me here in my tummy. I fell on the cot. അമ്മ ഇങ്ങനെ പിടിക്കൂലേ, എന്നിട്ട് you cry. He says, oh, you're a best actress. കരഞ്ഞോ നല്ല കരയും. Constantly he was trying to do something. Constantly. I remember we went for a dinner. കാറിൽ കയറുമ്പോൾ ഫുൾ 9th month ആണ്. കാറിൽ കയറാൻ സമയത്ത് ഹിൽ ടേക്ക് ദ കാർ ബാക്ക് ഓർ ഫ്രണ്ട് ആൻഡ് ഐ ഫെൽ ഓഫ് ആൻഡ് ഐ എം ക്രൈയിങ് ദർ ആൻഡ് ഐ എം നോട്ട് ഷോയിങ് മൈ ടിയേഴ്സ് ബിക്കോസ് ഹിൽ സേ ഓ വട്ട് എവർ ഹിൽ ദാറ്റ് വാസ് ദ ഡൊമസ്റ്റിക് വയലൻസ്. ഭയങ്കര മുടിയൊക്കെ പിടിച്ചിട്ട് ഹി യൂസ് ടു middle of the night he'll drink and come, and when I open the door, why are you delayed? Naturally we'll ask. Then he'll hold the very cheap thing. He'll hold my hair, pull me, drag to the kitchen, and he'll put me on the floor and kick. കേട്ടാ, ഇത്രയും ക്രൂരമായിട്ട്. അതെ, എന്തായാലും ഇവര് നുണ പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ക്രൂരം ഇല്ലെങ്കിൽ മുകേഷ് വന്ന് ഡിനൈ ഉണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ കാട്ടിയിട്ടില്ല, അങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല എന്ന് പറയണ്ടേ. ഇത്രയും ക്രൂരമായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്. ലൈഫിൽ ഹരാസ്മെന്റ് നേരിട്ടിട്ടുണ്ട് മുകേഷിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് മേത്തിൽ ദേവിക പക്ഷെ ഡിവോഴ്സ് ആയ ടൈമിലൊന്നും പറഞ്ഞില്ല. ഡൊമസ്റ്റിക് വയലൻസ് സീനുകളൊന്നും ഇല്ല. അല്ല, ഗോസിപ്പുകൾ പലതായത് പിന്നെ നമ്മൾ പറയണ്ട. പല ഗോസിപ്പുകളും വേറെ ചുറ്റുന്നുണ്ട്. പക്ഷെ അത് ഗോസിപ്പ് ആയതുകൊണ്ട് നമ്മൾ പറയണ്ട. സരിതയാണോ ദേവിക പറഞ്ഞാണോ എനിക്കല്ലേ ഒരു സംഭവം എനിക്ക് ഓർമ്മ ഉണ്ട്. വീട്ടില്
വീട്ടിലേക്ക് അത് എനിക്ക് തോന്നുന്നു സരിത തന്നെയാണ് എവിടെ പറഞ്ഞത്. പിന്നെ മേത്തിൽ ദേവികന്റെ കേസിൽ എന്തൊക്കെയാണ് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യേണ്ട, കാരണം നമ്മളതിൽ ഇങ്ങനെ അവര് വെച്ച് സംസാരിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇതിപ്പോ അവര് പറയുമ്പോ നമ്മൾ കേൾക്കുന്നു, അപ്പൊ അതിൽ നമുക്കത് മനസ്സിലാവുന്നു എന്നാണ്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇയാൾ ഏറെ പോലേ ഇപ്പൊ വന്നിരുന്നിട്ട് സ്ത്രീകൾക്ക് സംരക്ഷണം എന്നൊക്കെ പറയുമ്പോ എന്താണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി. ഇത് മാത്രല്ല, ഇതിനിടയിൽ ഞാൻ ഒരു വേറൊരു ചാനലിനകത്ത്, പക്ഷെ അത് ഈ പറഞ്ഞ അതിൽ തെളിവൊന്നുമില്ല, വേറെ കുറെ ചാനലിനകത്ത് ഇങ്ങനെ മുകേഷ് സെറ്റ് ലൈക്ക് ലൊക്കേഷനിൽ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, പക്ഷെ അതിനൊന്നും നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല നമ്മൾ. പക്ഷെ ഈ പറഞ്ഞതൊക്കെ ഇല്ലേ, അയ്യോ അത് ഭയങ്കര ഇങ്ങനെ ഒരു നമ്മള് കേൾക്കുമ്പോ കൺമുന്നിൽ ഇങ്ങനെ കണ്ട് എന്താ അങ്ങനെ നമുക്ക് തന്നെ ഒരു ഇതോ പോലെ സത്യം പറയുമ്പോ തന്നെ അവരത്രയും പറയുന്നത്. എനിക്ക് തോന്നുന്നത് മത്സരിച്ച സമയത്ത് മുകേഷ് കൊല്ലത്തുനിന്ന് മത്സരിച്ച സമയത്ത് ഒരു വട്ടം ഇവര് ഇതേമാതിരി വന്നിട്ട് പത്രസമ്മേളനം നടത്തുന്ന ഒരു FB പോസ്റ്റ് എന്തോ ഉണ്ടായിരുന്നു അവര്. അപ്പോഴും അവര് തന്നെ സെയിം ഇൻസിഡന്റ് അങ്ങേര് പറയുന്നത്, അതായത് വീട്ടിൽ ഇത്രയും മോശമായിട്ട് ഉള്ള ഒരു ആളെ എങ്ങനെയാണ് നാട് ഭരിക്കാൻ പോണത് എന്നുള്ളൊരു ചോദ്യമൊക്കെ ഇവര് കൃത്യമായി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ശേഷം മുകേഷിനോട് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഒരു 7-8 മാസങ്ങൾക്ക് മുമ്പ് മനോരമ ന്യൂസിൽ ഒരു ഇന്റർവ്യൂവിനിടയിൽ ചോദിച്ചു, സരിത മേത്തിൽ ദേവിക, മുകേഷ് പറയുന്നു, അതായത് സരിതയും മേത്തിൽ ദേവികയും ലൈഫിൽ ഉണ്ടായിരുന്ന 2 ലേഡീസ് ആണ്, എന്താണ് പറയാനുള്ളവരെ കുറിച്ചിട്ട് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കേട്ടോ. സരിത, മേതിൽ ദേവിക, ഈ 2 സ്ത്രീകൾക്ക് മുകേഷിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഇമ്പോർട്ടൻസ് വളരെ വലുതാണെന്ന് ഞാൻ കരുതുന്നു. അവരെങ്ങനെയാണ് ഇപ്പം എങ്ങനെയാണ് അവരെ വിലയിരുത്തുന്നത്? ഒരു ഇതുവരെ ഇവരെ മോശമായിട്ടോ അല്ലെങ്കിൽ സാധാരണ അതിൽ ഈ ഫാമിലി കോർട്ടിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ 98-99 100% ഫാമിലി കോർട്ടിൻ്റെ അവിടെ നിൽക്കുന്ന വൈഫ് ഹസ്ബൻഡിനെയും ഹസ്ബൻഡ് വൈഫിനെയും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. അയാളോ അത് നാച്ചുറലാണ്. ഒരിക്കൽ പോലും ഞാൻ 2 പേരെയും ഏതെങ്കിലും തരത്തിൽ എന്നെ എത്രയോ മാത്രം പ്രഷർ ചെയ്തിട്ടുണ്ട് ഒരു വാക്ക് പറയാൻ. 2 പേരെയും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കാരണം അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിനകത്ത് സന്തോഷമുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അല്ലാതെ കടിച്ചു തൂങ്ങി എന്നെ ഇല്ലെങ്കിൽ അത് ഇവനെ ഒന്നുമില്ല. അത് അവരുടെ ആ ഒരു തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കൂടെ എത്ര അടുത്ത ഫ്രണ്ടാണെങ്കിലും വൈഫാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ കൊടുത്തില്ലെങ്കിൽ അവരുടെ ജീവിതം എന്താവും, എൻ്റെ ജീവിതം എന്താവും? അപ്പോൾ അതിനകത്ത് എനിക്ക് അവരുടെ അടുത്ത് ഒരു ദേഷ്യവുമില്ല. ഞാൻ എന്തെങ്കിലും ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ അമ്മയെ വേദനിപ്പിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. പ്രധാനപ്പെട്ട കേരളത്തിലുള്ള എല്ലാ പത്രമാധ്യമങ്ങളും ദേവികയുടെ ഇൻ്റർവ്യൂവിന് ചെന്നിരുന്നു. അവിടെ ആ വീട് മുഴുക്ക പത്രക്കാരായിരുന്നു. അത് കാണാമല്ലോ TV-യിൽ. അപ്പോൾ എല്ലാവരും MLA ആണ്, CPM-ൻ്റെ MLA ആണ്, സിനിമാ നടനാണ്. ഒരുത്തൻ ഫിനിഷ് ആവുന്നതിൻ്റെ ഒരു സന്തോഷം. കാര്യം എന്തെങ്കിലും ആ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് പിന്നെ വേറെ വകുപ്പില്ല, പിന്നെ കേസും വഴക്കും മറ്റേ ഗാർഹിക പീഡനം മറ്റേത്. അപ്പം വളരെ ഉഷാറായിട്ട് നിൽക്കുന്ന എല്ലാവരുടെയും എക്സ്പ്രഷനാണ് ഞാൻ നോക്കുന്നത്. അവിടെ ഇരിക്കുന്ന കൂട്ടം ഇന്ന് ചരിത്രത്തിലൊരു വലിയ ദിവസമാണെന്ന്, ഒരാളെ എന്നൊക്കെ ഉള്ള അത് നാച്ചുറലാണ്, മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. എന്നാൽ എന്താണ് അദ്ദേഹം എന്താണ് ചെയ്ത തെറ്റ്, ഗാർഹിക പീഡനം എങ്ങനെയായിരുന്നു അങ്ങനെ ചോദിച്ച് ആ തരത്തിൽ വരുന്ന ചോദ്യം. ദേവി പറഞ്ഞു ഗാർഹിക പീഡനം എൻ്റെ കേസിനകത്ത് അങ്ങനെ ഇല്ലല്ലോ. ലാസ്റ്റായിട്ട് പറയുന്ന ഒരു കാര്യം, ആ സമയങ്ങളിൽ 2 പേരുടെയും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള ട്രോളുകളും ഇങ്ങനെയുള്ള സംഘർഷങ്ങളും വരുന്ന ദിവസങ്ങളിലാണ് ഞാൻ ഏറ്റവും നല്ല പെർഫോമൻസ് കൊടുക്കുന്നത്. അതെൻ്റെ ഒരു തലയിലെഴുത്താണ്, എൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്. ഞാൻ എടുത്തു നോക്കുമ്പോഴത്തേക്ക് ആ ദിവസം പിറ്റേ ദിവസം ഞാൻ ഷൂട്ട് ചെയ്തത് നമ്മൾ പൊട്ടിച്ചിരിപ്പിക്കുകയാണ് ആൾക്കാരെ. പെർഫോമൻസ് ഇതെങ്ങനെ ആ ദിവസം ഞാൻ മുകേഷ് സ്പീക്കിംഗ് ഇറക്കുകയാണ്, അതായിരിക്കും ഏറ്റവും ഹിറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു അത് പല നടന്മാരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ മുകേഷ് പറഞ്ഞത്, മുകേഷ് ആരെ കുറിച്ചിട്ടും എന്ത് പറഞ്ഞിട്ടില്ല, ഒന്നും എവിടെയും പബ്ലിക്കിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ മുകേഷിനെ കുറിച്ചിട്ട്
ഈ സരിത പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പബ്ലിക്കിൽ കിടക്കുന്നുണ്ട്. മേത്തിൽ ദേവിക പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അത് മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞത് ഉണ്ട് അവിടെ. സരിതേന്റെ കേസ് മിണ്ടിയതല്ല, മേത്തിൽ ദേവിക ഡൊമസ്റ്റിക് വയലൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും ഞെട്ടി എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് സരിതയുടെ കേസ് മുകേഷ് സംസാരിക്കുന്നില്ല? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ഇൻസിഡന്റ്, അതായത് ഈ 2 ഡിവോഴ്സ് ആയ ആ സിറ്റുവേഷൻ, അത് ഡ്രോപ്പ് ആയ റിലേഷൻ ഡ്രോപ്പ് ആയ ഡിവോഴ്സ് ആയ സിറ്റുവേഷനിലും ഇയാൾക്ക് ഏറ്റവും നല്ല ദിവസങ്ങളായിരുന്നു. അതായത് ഇയാൾ മുകേഷ് സ്പീക്കിങ്ങിൽ ഒരു വീഡിയോ കൊണ്ട് ഇടുമ്പോഴത്തേക്ക് ആ വീഡിയോ കൊണ്ട് ഹിറ്റ് ആവുന്നു. അതായത് നമ്മള് ആ സമയത്ത് നമ്മളത് കേൾക്കാൻ ഇഷ്ടം കോമഡി സാധനങ്ങളായോണ്ടാണ്. പിന്നെ അതല്ല, ഇങ്ങനൊരു അതായത് ഇപ്പൊ ഇയാളുടെ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വൈറൽ സാധനം വരുമ്പോ നെക്സ്റ്റ് ഡേ ഇയാളുടെ ചാനലിൽ ഓബിയസ്ലി അതിന് വ്യൂവേഴ്സ് കേറുന്നല്ലേ. ആ കമന്റ്സ് കൂടി ഒന്ന് പോയി നോക്കിയാൽ മതി. അല്ലാതെ ഇങ്ങനെ ചിരിപ്പിച്ചു മറ്റേ വലിയ സംഭവമാക്കിയിട്ടല്ല. സംഗതി ചിരിക്കും അല്ലെങ്കിൽ കാര്യങ്ങള്. അതാ പറഞ്ഞ ഇങ്ങനെ ഇങ്ങനൊരു സംഗതി ഉണ്ട് ചില. അതായത് ഒരു സൈഡിൽ ഇതൊക്കെ ചെയ്തിട്ട് അപ്പുറ സൈഡിൽ ഒന്ന് നാട്ടുകാർ ചിരിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു കഴിവാണ്. അതൊരു ഇതാണ്, ഒരു പുകമറയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ലൈഫിൽ ഇത്രയും മോശമായ ഒരു അവസ്ഥ ലേഡിക്ക് ഉണ്ടാക്കി വെച്ച ആള് ഇപ്പൊ വന്നിരുന്നത് പറയുമ്പോ വേറെ പോലും ഇത് മറന്നുപോയെങ്കിൽ അതോ നന്നായോ ഇനി പറയാൻ പാടില്ല. ഇത് കണ്ടപ്പോ ഹേമ കമ്മിറ്റിന്റെ അവിടെ പോയിട്ട് 4 മണിക്കൂർ എന്താ സംസാരിച്ചത്? എന്റെ പേരുണ്ടോ എന്ന് 4 മണിക്കൂർ ചോദിച്ചാൽ എവിടെയെങ്കിലും ഒരു പേര് എവിടെയെങ്കിലും എമ്മോ തന്നെ കണ്ടത് പറ്റിയേക്കെന്ന് പറയാനോ പോയതാണോ? ഈ സരിതി 2 പേർക്കും അവിടെ പോയി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. വേറെ പോവണ്ണ. അതുകൊണ്ട് അതേ പോയിട്ട് ഞാനില്ലേ എമ്മൊന്നൊക്കെ കണ്ടെന്ന് പേര് പറ്റിക്കോട്ടോ. ഞാൻ അതിനുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരല്ല കേട്ടോ. ഞാൻ പവർ ടീമിലില്ല. ഗ്രൂപ്പ് എന്നാലും കൊള്ളാം. കണ്ടപ്പോ വെച്ച് ലൈക്ക് എനിക്ക് പറയണം തോന്നി, ഞാൻ പറഞ്ഞു. ആണ എയറിലായിരിക്കും ഇനി കുറച്ച് ദിവസം. അത് ആദ്യം എയറിലാണല്ലോ. ആദ്യം അന്തസ് വേണം കേട്ടോ. അന്തസ് വേണം ഇവിടെ. അന്തസ് അന്തസ് ഇല്ല. ഇതിനേക്കാൾ അന്തസ് അതുണ്ട്.